അവരൊക്കെ ലക്ഷങ്ങളും കോടികളും വാങ്ങി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ വരുമാനം വാങ്ങുന്നു. അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ബിസിനസ് ഗ്രോത്തുകൾ ഉണ്ടാക്കാൻ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന അവസരം അവർ മുമ്പിലേക്ക് എത്തിച്ചേർന്ന ഒറ്റ കാരണമാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായി എന്നുള്ളത്. ഇന്ന് ഈ ഒരു സ്ക്രീനിലിരിക്കുന്ന ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവരും മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തികൾ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഇന്ന് മോർണിംഗ് സെഷനിൽ കയറിയവരും അല്ലേ, അതൊരു മാറ്റങ്ങൾക്ക് തയ്യാറായവർ മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്നെ പരിചയപ്പെടുത്തി. നസീമ മാഡം, പേര് ജിജിൻ എന്നാണ്, വയനാട് മാനന്തവാടിയാണ് സ്വദേശം. ഇന്ന് കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് അല്ലേ, നമ്മൾ പറഞ്ഞു പ്രവാസിയായിരുന്നു എന്നൊക്കെയുള്ള അല്ലേ, പക്ഷെ നമ്മൾ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അറിവ് എന്ന് പറയാൻ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ LKG UKG പിന്നെ 1, 2, 3 അല്ലെ 10 പിന്നെ +1 +2 പിന്നെ മുകളിലോട്ടുള്ള പഠനങ്ങളൊക്കെ നമ്മൾ നടത്തിയെടുക്കുന്നതിലൂടെ ഒരുപാട് അറിവുകൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ അറിവ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അറിവിനോടൊപ്പം ഒരു തിരിച്ചറിവ് നമ്മൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെയാണെന്നുള്ളതാണ് അല്ലേ. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെയാണ് ഓരോ ലീഡേഴ്സും വന്ന് ഓരോ കൃത്യമായിട്ടുള്ള മോർണിംഗ് സെഷനിലൂടെയൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ലൈഫാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു പ്രവാസിയായിരുന്നു എന്നുള്ളതാണ്. 10 വർഷം സൗദി അറേബ്യ ജോലി നോക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ഒരു കുടുംബം അല്ലേ, കൂലിപ്പണിയാണ് അച്ഛന്. അപ്പോൾ തീർച്ചയായിട്ടും പെങ്ങന്മാരെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. അപ്പോൾ വലിയൊരു പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബത്തിലെ ഒന്ന് പിടിച്ചു നിർത്തണം അല്ലെ, കൈവിട്ടു പോകുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. ആ സിറ്റുവേഷനിൽ ഒരു പ്രവാസി ആകേണ്ടി വന്നു. 10 വർഷം സൗദി അറേബ്യ ജോലി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ജോലിയും നമുക്ക് ശാശ്വതമല്ല എന്നുള്ളതാണ്. ഇതാഹത്ത് സ്വദേശിവൽക്കരണമൊക്കെ വന്ന സമയത്തോ എൻ്റെ ജോലിയും നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിൽ വരേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പം അവിടെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു 6 മാസമായിട്ട് തിരിച്ച് കയറാൻ പറ്റിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു കൈത്തൊഴിലറിയാം. ഞാൻ ഒരു മെക്കാനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഒരു വർക്ക്ഷോപ്പ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു സ്പെയർ പാർട്സ് കടയൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. മോശമായ ഒരു കാര്യമല്ല അല്ലേ, നല്ലൊരു സ്വന്തമായിട്ട് കൈത്തൊഴിൽ, ഒരു കച്ചവടം അല്ലേ. അപ്പം നല്ല രീതിയിൽ ഈ ബിസിനസ് ഞാൻ എൻ്റെ വർക്ക്ഷോപ്പ് സ്ഥാപനവും സ്പെയർ പാർട്സ് കടയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ ബ്രദർലോ വഴി അല്ലെ, എൻ്റെ ഭാര്യ സഹോദരൻ മുഖാന്തരമാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ അവസരത്തിൻ്റെ പ്ലാൻ കേട്ടു എന്ന് പറയാൻ പറ്റില്ല, ഫിജിക്കാർട്ടിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. ഇന്ന് ഈ സ്ക്രീനിലിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് കടന്നു വന്ന പല വ്യക്തികളും അല്ലേ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ്, ഞാൻ ഇത്രയും നന്നായിട്ട് പ്ലാൻ പറഞ്ഞല്ലോ, അല്ലെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ, എന്നിട്ട് അവരെന്തിനാ നെഗറ്റീവ് പറയുന്നത്. നമ്മൾ ഈ ബിസിനസ്സിലായിട്ട് പോകുമ്പോൾ പലരും അല്ലെ ഈ ബിസിനസ് അറിയാത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, നെഗറ്റീവ് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അപ്പോൾ നമ്മൾ ഈ പ്ലാൻ കൊടുത്തൊരു 5 പേർക്ക് പ്ലാൻ കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഭയങ്കര നെഗറ്റീവാണല്ലോ, ഇതൊക്കെ വരുമോ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നില്ലേ. പക്ഷേ നെഗറ്റീവായവർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമോ? സംശയമാണ്. നെഗറ്റീവ് പറയുന്നത്, ഇത്രയും നെഗറ്റീവ് പറയുന്നത് ഇനി ഞാൻ അവനെ വിളിക്കില്ല, കാരണം ഇത്രയും നെഗറ്റീവ് അവർ പറഞ്ഞില്ലേ, ഇനി ഞാൻ അവൻ വേണ്ടെങ്കിൽ വേണ്ട, ഇത്രയും നല്ല അവസരം കൊടുത്തിട്ട് അവന് വേണ്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ലേ. പക്ഷേ നെഗറ്റീവായവർ വരുമോ എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ. തീർച്ചയായും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ സഹോദരനാണ് എന്നോട് ഈ ബിസിനസ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് 100 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്തു, ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു ഐഡിയ അടിച്ചിട്ടോ നമുക്ക് രക്ഷപ്പെടാം അല്ലേ, ഞാൻ വരാം, പ്ലാനൊക്കെ പറഞ്ഞത് നല്ല ഐഡിയ. ഞാൻ ഇതിനെക്കുറിച്ച് നോക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ്, ഇ-കൊമേഴ്സ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പറയുകയാണ് അല്ലേ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നെഗറ്റീവിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ, കാരണം ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിനെ നെഗറ്റീവായ ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാൻ പറയാൻ വരുന്ന സമയത്ത് ഇന്ന് കമ്പനിയുടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു പക്ഷേ ബിപിൻ സാറിനെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അന്ന് അദ്ദേഹം ഏത് പോസ്റ്റിലാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാര്യ സഹോദരൻ്റെ കൂടെ 3-4 പേര് വരുന്നു അല്ലേ, ഒരു പ്ലാൻ പറയുന്നു. എൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു തിരക്കുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര തിരക്കാണ്, വീട്ടിലേക്ക് പൊക്കോളൂ, വൈഫിന് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പേ സഞ്ചരിച്ച ഒരുപാട് പേർ ഒരുപാട് തെറ്റായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടെന്നില്ല, നെറ്റ്വർക്ക് മാർക്കറ്റിൽ വേറെ എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ല, എന്നാലും ഞാൻ നെഗറ്റീവാണ്. എൻ്റെ വീട്ടിൽ ആരും കടന്നു വരാൻ പാടില്ല അല്ലേ, പൈസ ചോദിച്ച് വരാൻ പാടില്ല, ഇങ്ങനത്തെ കുറേ വന്നിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള സമൂഹത്തിൽ നമ്മുടെ ആളുകളില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ വർക്ക്ഷോപ്പിലൊരു തിരക്കില്ലായിട്ട് വീട്ടിൽ പോയി പ്ലാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പ്ലാൻ ഒക്കെ പറഞ്ഞെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വരുന്നത് അല്ലേ. വലിയ മസിൽ പിടിച്ച് ഒരു സാധാരണ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ കൊടുക്കേണ്ട മര്യാദ പോലും ഞാൻ കൊടുത്തില്ല എന്നുള്ളതാണ്. ഇന്ന് ആ ലീഡറൊക്കെ ചിലപ്പോൾ ഈ സെഷനിലുണ്ടാവും. ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഒരു വ്യക്തിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു മര്യാദ പോലും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട്
ഈ ബിസിനസ്സിൻ്റെ പ്ലാനൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ഇവർ വൈഫിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വൈഫിന് നോക്കുമ്പോൾ ഇത് ചെയ്തേ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് കുടുംബങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും അല്ലേ, ഈ പ്ലാൻ കേൾക്കാത്ത. പ്ലാൻ കേട്ടിട്ടുള്ള വൈഫ് ഉണ്ടാവും, പ്ലാൻ കേട്ടിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ടാവും. പക്ഷേ എതിര് നിൽക്കുന്നത് ഹസ്ബൻഡാണ്, എതിര് നിൽക്കുന്നത് വൈഫാണ്. പറയുന്നത് കേട്ടിട്ടില്ലേ, ഇത് എൻ്റെ വീട്ടിലാരും പൈസ ഇങ്ങനത്തെ കുറേ ഇതൊക്കെ കുറേ വന്നിട്ടുണ്ട്, ഇത് 2 വർഷം 3 വർഷം ഒക്കെ ഉണ്ടാകുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ. അതേപോലെ എൻ്റെ വൈഫിനെ കുറേ ഹരാസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഭാര്യ സഹോദരനാണ് പറഞ്ഞത്, പിന്നെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്നോർത്തിട്ട് ഈ ബിസിനസ്സിനെ കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങി ഫിജി കാറിൽ ഐഡിയ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫിജി കാറിലേക്ക് ഒരു 1 ടൈം പർച്ചേസ് ചെയ്തുകൊണ്ടൊരു അവസരം കൊടുക്കുന്നു. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള, ഇല്ലെങ്കിൽ ഈ മോർണിംഗ് സെഷൻ നടക്കുന്ന സമയത്ത് പോലും പല വീടുകളിൽ നടക്കുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, മോർണിംഗ് സെഷനൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഇങ്ങനെ കളിയാക്കുന്നവരൊക്കെ ഉണ്ടോ. പക്ഷെ അതേപോലെ എൻ്റെ വൈഫിനെ കളിയാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. മോർണിംഗ് സെഷൻ നടക്കുന്ന സമയത്ത് ഇതൊക്കെ നടക്കും, ഇതൊക്കെ നമുക്ക് കാണാം അല്ലേ, കേൾക്കാം, ഇത് എത്ര വർഷം ഉണ്ടാവും, എല്ലാം കാണാം എന്ന് ചിന്തിച്ച് ഒരുപാട് എൻ്റെ വൈഫിനെ ഹരാസ് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ വൈഫ് അന്നും ഒരു പുഞ്ചിരി മാത്രമേ നൽകിയിട്ടുള്ളൂ. വളരെ ക്ഷമയോടെ ഈ മോർണിംഗ് സെഷൻ ഇങ്ങനെ കേൾക്കുന്ന ഞാൻ കാണലുണ്ട്. പക്ഷെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ബിസിനസ്സിനെ റെഫർ ചെയ്തപ്പോൾ വരുമാനം കിട്ടി എന്നുള്ളതാണ്. ഫിജി കാർട്ട് എന്ന് പറയുന്ന കമ്പനി കൊടുത്ത വരുമാനം കിട്ടി എന്നുള്ളതാണ്. ആ വരുമാനം കിട്ടിയ സമയത്ത് അത് എൻ്റെ കയ്യിലാണ് കൊണ്ടുതന്നത്. ആ കൊണ്ടുതന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ മൈക്രോ ഫിനാൻസ് ലോണ്, സംഘം, ചിട്ടി, ഒരുപാട് പ്രതിസന്ധികളുടെ, എത്ര വരുമാനം കിട്ടിയാലും തികയാത്തൊരു സിറ്റുവേഷൻ. കടബാധ്യതയുള്ളവർക്ക് അതറിയാം. കടബാധ്യതയുള്ളവന് എത്രത്തോളം വരുമാനം വന്നാലും ലൈഫിൽ ഉയർച്ച ഉണ്ടാകില്ല. കാരണം ഇതിന് ഉദാഹരണം ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷാപ്പും എല്ലാം നല്ല ബിസിനസ്സാണ്. പക്ഷേ വരുമാനം കിട്ടുമ്പോൾ അത് വലിയ ഉയർച്ചയിലേക്ക് എത്താത്തതുകൊണ്ട് ഈ 2000 രൂപ എൻ്റെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് എനിക്കത് വലിയൊരു ആശ്വാസമായി തോന്നി. ആ സമയത്താണ് വൈഫ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ചേട്ടാ ഈ പ്ലാൻ ഒന്ന് കേൾക്കൂ, ഇത് നല്ല അവസരം, നമുക്ക് രക്ഷപ്പെടാം, ഈ പ്ലാൻ ഒന്ന് കേൾക്കൂ, ഇത് വലിയൊരു പോയിന്റാണ്, ഇതൊന്ന് കേട്ടു നോക്കൂ എന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ ഈ ബിസിനസ് അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ അതാണെന്നോ ഇതൊന്നും പറഞ്ഞില്ല. ഈ പ്ലാൻ ഒന്ന് കേൾക്കൂ. ആ പ്ലാൻ ഒരു ദിവസം ഞായറാഴ്ച ഞാൻ കേട്ടു. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, വാങ്ങിയ പ്രോഡക്റ്റ് വീട്ടിൽ ഉപയോഗിച്ചു, നഷ്ടപ്പെടാനില്ല, ഉപയോഗിച്ചു. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വരുമാനം കിട്ടിത്തുടങ്ങി. അപ്പോൾ ആ പ്ലാൻ വളരെ വ്യക്തമായിട്ട് ഒന്ന് കേൾക്കാനിടയായി. അവിടെ ഞാൻ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ, ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു, എനിക്ക് വരുമാനവും കിട്ടിത്തുടങ്ങി. ഫ്രീ ടൈമിൽ ഏറ്റെടുക്കാം അല്ലേ, എനിക്ക് വൈഫിനോട് പറഞ്ഞാൽ എനിക്ക് വർക്ക്ഷോപ്പ് ഉണ്ട് നോക്കാൻ സമയം, ഫ്രീ ടൈമിൽ ഏറ്റെടുക്കാം. അങ്ങനെ ഞായറാഴ്ചകളിൽ മാത്രം ഈ ബിസിനസ്സിനെ ഒന്ന് ഏറ്റെടുത്ത വ്യക്തിയാണ്. അപ്പോൾ ചിന്തിക്കും, ഈ ബിസിനസ്സിൽ ജിജി എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുന്നു, വളരെ വ്യക്തമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു, വളരെ ഫാസ്റ്റായിട്ട് വിജയിക്കുന്നു. ഈ ബിസിനസ്സിൽ കടന്നത്, എനിക്ക് കച്ചവടം അറിയാം, എൻ്റെ സ്പെയർ പാർട്സ് അവിടെ ഉണ്ട് അല്ലെ, അതിലൂടെ കച്ചവടങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ 10 രൂപ പ്രൊഡക്റ്റ് വളരെ ഈസി ആയിട്ട് സെല്ല് ചെയ്യാം, നോ പ്രോബ്ലം. ഐഡിയ അടിക്കുന്നു, നാളെ മുതൽ തകർക്കുന്നു. അങ്ങനെ ഫിജി കാറിലേക്ക് എൻ്റർ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടോ കുറച്ച് പേരോട് ഈ ബിസിനസ് റെഫർ ചെയ്യുമ്പോൾ വേറെ പണിയില്ലേ അല്ലേ, വർഷാപ്പില്ലേ, നല്ല വീട്ടിലില്ലേ, അത് ചെയ്താൽ പോരെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. സ്വന്തം ഫാമിലി മെമ്പർ, ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും വലിയൊരു ഫ്രണ്ട്, ചങ്ക് പോലെ കൂടെ നിൽക്കാവുന്ന ഫ്രണ്ട്സ് പറയണം, എടാ ഇതൊക്കെ കുറേ വന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഇതിൽ പോയി പെട്ടോ. ചേടാ ഇത് നടക്കുന്നില്ലല്ലോ. വീണ്ടും വൈഫിനോട്, നീ എന്നെ കൊണ്ടുപെടുത്തി അല്ലേ, വൈഫിനോട് എന്താ പറയുക, നീ എന്നെ കൊണ്ടുപെടുത്തി. ഇപ്പോൾ വൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ നല്ല ബിസിനസ്സാണ്, നിങ്ങളൊന്ന് കേൾക്ക്. ഈ സെക്ഷൻ നടക്കുമ്പോൾ പോലും നമ്മൾ കിടക്കുന്നതിൻ്റെ തലേണേൻ്റെ ഇടയിൽ ഫോൺ വെച്ചിട്ട് മോർണിംഗ് സെഷൻ കേൾക്കുന്നവരുണ്ടാകാം എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നല്ലൊരു സെഷനാണ്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് സെഷനിൽ എടുക്കുന്നത്, ഒന്ന് കേട്ട് നോക്കി ചേട്ടാ, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്, നല്ല ബിസിനസ്സാണ്. ഞാൻ ഇത് കേട്ടിട്ട് ഈ മോർണിംഗ് സെഷൻ ഓണാക്കും. അപ്പം നോക്കുമ്പോൾ ജിജിൻ എന്ന് പറയുന്ന വ്യക്തിനെ അതിനകത്ത് കാണാമല്ലോ, ലീഡർ വിളിച്ചാൽ ഞാൻ ഉണ്ട്, ഓക്കെ, ഞാൻ ആ ഫോൺ അപ്പുറത്ത് മാറ്റി വെച്ചിരിക്കുകയായിരിക്കും. അപ്പം ഈ രീതിയിലാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു മോർണിംഗ് സെഷനും അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച രീതി. അതിനുശേഷം ഒരു NDOP വന്നു, ഒരു ട്രെയിനിങ് സെഷൻ തന്നു. ആ ട്രെയിനിങ് സെഷനിൽ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സമയത്ത് ഒരുപാട് സാധാരണക്കാർ അതിനകത്തുണ്ട്, ഒരുപാട് പേര്. അതിൽ ചോദിച്ച ഒരു 10ഓളം ചോദ്യങ്ങളാണ് ഇന്ന് ഫിജി കാർട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു 10ഓളം ചോദ്യങ്ങൾ അല്ലേ. ഫസ്റ്റ് ചോദ്യം, ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഫിജി കാർട്ടിന്റെ പ്ലാൻ പ്രസന്റേഷൻ അറിയുന്നവരൊന്ന് കൈപൊക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷെ എനിക്ക് പ്ലാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ കൈ പൊന്തിയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു 200 പേരെ ലിസ്റ്റ് എഴുതിയോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൈ പൊന്തുന്നില്ല. ഷോർട്ട് ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൈ പൊന്തുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസം എത്ര മോർണിംഗ് സെഷൻ പങ്കെടുത്തു? 30 എണ്ണം പങ്കെടുത്തോ? ഇല്ല. 15 എണ്ണം പങ്കെടുത്തവർ കൈപൊക്കൂ? ഇല്ല. 10 എണ്ണം കൈപൊക്കെടുത്തോ? ഇല്ല. ക്യാമറ ഓൺ ചെയ്തിരുന്നവർ കൈപൊക്കൂ?
ഒരു 10-20 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ കൈ മാത്രം പൊന്തുന്നില്ല. അപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു തിരിച്ചറിവ് വന്നു. അവിടെ അന്ന് ആ ലീഡർ എടുത്ത സെഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം ആ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞപ്പം എൻ്റെ പേര് മറന്നുപോയി. നമ്മളിപ്പം പറയില്ലേ, നമുക്ക് ഈ ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ അതാണ് അങ്ങനെയാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ല. പക്ഷേ സ്വന്തമായിട്ട് ഒരു സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് കയറിയ സമയത്ത് യാദൃച്ഛ്യമായി കയറേണ്ടി വന്നതാണ്. കയറുന്ന സമയത്ത് സ്വന്തം പേര് പറയാൻ മറന്നുപോയി, സ്വന്തം നാട് പറയാൻ മറന്നുപോയി, ഞാൻ എവിടുന്ന് വന്നത് എല്ലാം ഒരു ബ്ലാങ്ക് ആയിപ്പോയി. നാണം കെട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതാണ്. ഇതിൻ്റെ അന്ന് അതേ ട്രെയിനിങ് സെഷനിലുള്ള പലരും ഇന്ന് ഈ സ്ക്രീനിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർക്ക് തെളിവാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. ഞാൻ വീട്ടിലെത്തുന്നവരെ നാണം കെട്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി പബ്ലിക്കിന് മുമ്പിലൊക്കെ സംസാരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്. നോക്കുമ്പോൾ ഉണ്ടല്ലോ, കോഴിക്കോട് നമ്പർ ഞാൻ വിളിച്ചു നോക്കി. നോക്കുമ്പോൾ എത്രയെന്ന് അറിയാം? 3 ദിവസത്തെ ട്രെയിനിങ് 20,000 രൂപ. പബ്ലിക്കിന് മുമ്പിൽ നമുക്ക് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഗ്രേഡ് ലീഡർ വിളിച്ചു, സാറേ എനിക്കൊന്നും നടക്കൂല, ഞാൻ ഇതുപോലെ. സാർ മോർണിംഗ് സെഷൻ പങ്കെടുക്കില്ലേ? ഞാൻ ഓണൊക്കെ ഇരിക്കലുണ്ട്. സാർ ഒന്ന് ക്യാമറ ഓൺ ചെയ്തിരിക്കും, വേറെ ഒന്നും ചെയ്യണ്ട, ക്യാമറ ഒന്ന് ഓൺ ചെയ്തിരിക്കുമോ? ഞാൻ വെറുതെ അന്നൊരു മെഗാ സെഷൻ വന്ന സമയത്ത് ഇതേ ലീഡറിൻ്റെ സെഷൻ ആണ് അന്ന് എടുത്തത്, എന്നോട് ഈ പറഞ്ഞ ലീഡർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോൾ ഒരുപാട് പേര് ഇതേപോലെ ഇന്നിരിക്കുന്നത് പോലെ ഒരുപാട് പേര് ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നു, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആരോ ഒരു ചോദ്യം, സാർ എങ്ങനെയുണ്ട്, വർക്കൊക്കെ ഉഷാറായിട്ട് പോകുന്നോ? ഈ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഓക്കെ, നമ്മൾ സ്വഭാവമായിട്ട് എന്താ പറയുക, സാർ നല്ലതായിട്ട് പോകുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ അല്ലേ. ഒരു സംസാരിക്കുമ്പോൾ തന്നെ ഒരു മാറ്റം. ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് പിറ്റേന്നുള്ള മോർണിംഗ് സെഷനുകൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മാറ്റം. ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായ സമയത്ത് തീർച്ചയായിട്ടും ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു അവസരത്തിൽ വലിയൊരു മാറ്റം എൻ്റെ ലൈഫിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപക്ഷെ നസീമ മാഡം പറഞ്ഞു ഞാൻ MC ചെയ്യലുണ്ട്, പ്ലാൻ പറയലുണ്ട് എന്നൊക്കെ. ഈ പ്ലാൻ പറയോ MC പറയോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു സ്ക്രീനിൽ വന്ന സമയത്ത് തീർച്ചയായിട്ടും നാണം കെട്ട് ഇറങ്ങിപ്പോയ ഒരു വ്യക്തി. ഫസ്റ്റ് ഡിജിറ്റൽ BOPയിൽ MC ചെയ്തപ്പോൾ പകുതിയായപ്പം നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകുക. ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു അവസരം നമ്മുടെ കൈകളിലേക്ക് വന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു അവസരം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസിന്റെ പ്ലാൻ അരച്ചു പിടിച്ച് ഇത് ഇത്രയും നല്ല ബിസിനസ് ആയിരുന്നോ എന്ന് ചിന്തിച്ചിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തികൾ പോലും ഇല്ല എന്നുള്ളതാണ്. ഈ ബിസിനസ്സിലേക്ക് ഇത് ഇത്ര നല്ല ബിസിനസ് ആയിരുന്നു എന്ന് ചിന്തിച്ച് കടന്നു വരുന്ന ഒരു വ്യക്തികളും ഇല്ല. പിന്നെ എവിടെയാണ് നമ്മൾക്ക് ഈ ബിസിനസ്സിന്റെ സാധ്യതകൾ മനസ്സിലായത്? എവിടെയാണ് ഈ ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പോലെ പലരും ചെയ്യാൻ തയ്യാറായത്? ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും ഈ ബിസിനസ്സിന്റെ അനന്തമായ സാധ്യതകൾ നമ്മൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിലൂടെയും E-commerceന്റെയും ഡയറക്ട് സെല്ലിന്റെ സാധ്യതകൾ പഠിക്കുന്നതിലൂടെയാണ് ഈ ബിസിനസ് ഇതിൽ വന്നത്. 4, 5, 6 മാസങ്ങൾക്ക് ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ബിസിനസ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇത് നല്ലതാണോ മോശമാണോ അത്രയെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ ബിസിനസ് നല്ലതാണോ മോശമാണോ എന്നെങ്കിലും നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് ബിസിനസ് പ്ലാൻ റെഫർ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന 10ഓളം ചോദ്യങ്ങളുണ്ട്. കൂടിപ്പോയി നിങ്ങൾ എഴുതി വെച്ചോളൂ. 10 ചോദ്യങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. ഇത് മണി ചെയിനല്ലേ ചോദ്യങ്ങൾ വരും, ഇത് മണി ചെയിനല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം ഇത് ആളെ ചേർക്കണ്ടേ, ഇങ്ങനത്തെ കുറെ കമ്പനികൾ വന്നിട്ടില്ലേ, ഇത് ആദ്യം വരുന്നവർക്കല്ലേ ഗുണം, പ്രൊഡക്റ്റിന് ഭയങ്കര വിലയാണോ? ഇനി നിങ്ങളോട് ചിന്തിച്ചു നോക്കും. 5 ഞാൻ പറഞ്ഞു, ഇനി ബാക്കി 5 നിങ്ങൾ ചിന്തിച്ചു നോക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല, ഒരു 10ൽ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടത്തില്ല. ഈ 10ഓളം ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാൻ നമ്മൾ പഠിച്ചാൽ മതി. നമുക്ക് ഈ ബിസിനസ്സിൽ വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ പഠിച്ചാൽ ഈ ബിസിനസ്സിന് സാധ്യത എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാകും കഴിയുന്നതാണ്. പലരും ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് ഇതിലൊരു ഓൺലൈൻ ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണറാണ് ഞാൻ എന്ന് മനസ്സിലാക്കാത്തവർ ഇന്നും ഈ ബിസിനസ് ചെയ്യാത്തവരുമുണ്ട് ഞാൻ സത്യമായിട്ട് പറയാം, കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഞാൻ എത്തുന്ന സമയം ആ ഒരു ഘട്ടങ്ങളിലാണ് 3ാമത്തെ റാങ്കിലേക്ക് മാറുമ്പോഴാണ് ഇതിൽ 25,000 രൂപ കൊടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി, പക്ഷെ അതിനോടൊപ്പം കോടികൾ വിലമതിക്കുന്ന ഒരു ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണറാണ് ഞാൻ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് പോലും ഈ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താൻ കഴിഞ്ഞപ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്.
അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് 3, 4, 5, 6, 10 പേരോട് ഈ ബിസിനസ് എങ്ങനെയൊക്കെയോ റെഫർ ചെയ്ത കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ ബിസിനസ് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്താഗതികൾ ഉണ്ടാകും അല്ലേ. പക്ഷെ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരിക, ഈ ബിസിനസ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് റെഫർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ 100% നമുക്ക് വിജയിക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ഈ ബിസിനസ് അരച്ചു കുടിച്ച് പഠിച്ചിട്ടല്ല ഒരു വ്യക്തി ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. പിന്നെ നമ്മൾ എങ്ങനെയാണ് കടന്നു വന്നത്? നമ്മൾ പ്ലാൻ കേട്ട സമയത്ത് ഈ ബിസിനസ് ഇത്രയും നല്ല ബിസിനസ് ആണെന്ന് ഓർത്തിട്ടാണോ വന്നത്? അല്ല, എൻ്റെ വൈഫ് എനിക്ക് പ്ലാൻ തന്ന സമയത്ത് ഇതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല, കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി, ഇതൊക്കെയാണ് മനസ്സിലായത്. പിന്നെ പൊബിച്ച മണ്ണൂറ് ചിലപ്പോൾ വാങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ. ഈ രീതിയിലാണ് ഞാൻ കടന്നത്. നമ്മൾ പ്ലാൻ കൊടുത്ത, അല്ലെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിലിരിക്കുന്ന എല്ലാവരും നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കുക, ഞാൻ ഈ ബിസിനസ്സിൻ്റെ പ്ലാൻ ഇത്ര കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് വന്നത്. അല്ല. അപ്പം നമ്മൾ പ്ലാൻ കൊടുക്കുന്ന വ്യക്തികൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ? ഒരു പ്ലാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലായാൽ ഈ ബിസിനസ് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അപ്പം എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി എൻ്റർ ചെയ്യുന്നത്? നമ്മളെ വിശ്വസിച്ച്, ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ വിശ്വസിച്ച് ഇതിൽ വിജയിക്കാം എന്നുള്ളൊരു വിശ്വാസം അവരിലേക്ക് കൊടുക്കുമ്പോഴാണ് ഈ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു വരിക. അതിനെന്ത് ചെയ്യണം? നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യമായി കഴിയും. കമ്പനിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി മാറ്റം വരും. ഇപ്പം നമ്മൾ ഒരു വളരെ കോൺഫിഡൻസോടെ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തോന്നുകയാണ്, ഈ വ്യക്തി ഇവൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇവൻ ഇതിനകത്ത് വിജയിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പറയാണ്, എടാ നീ കയറി നിന്ന് നമുക്കും വിജയിക്കാം. അപ്പോൾ ആ വ്യക്തിക്ക് തോന്നുകയാണ് ഇവൻ്റെ കൂടെ നിന്നാൽ വിജയിക്കാൻ പറ്റും. പക്ഷേ ഈ കോൺഫിഡൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ പോലും ഇപ്പം ഞാൻ പറയാം, ഞാൻ ആരോടും സംസാരിക്കാത്തൊരു വ്യക്തിയാണ്, പക്ഷേ എനിക്കിന്ന് ഏതൊരു വ്യക്തിയോടും സംസാരിക്കാനുള്ളൊരു ക്വാളിറ്റി എനിക്ക് കിട്ടി. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? നോളജ്, അറിവ് നേടുമ്പോഴാണ് നമുക്ക് ഈ സംസാരിക്കാനുള്ള ക്വാളിറ്റി കിട്ടുക. നമ്മളെല്ലാ മോർണിംഗ് സെഷനും ഫിസിക്കൽ BOP ഒക്കെ വളരെ കൃത്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഗാ സെഷനും ഡിജിറ്റൽ BOP എല്ലാം നമ്മുടെ ഫിസിക്കൽ BOPകൾ റൺ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പ്ലാൻ പ്രസൻറ്റേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ, പ്ലാനിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 10ഓളം ചോദ്യങ്ങൾക്കുള്ള മറുപടി പ്ലാനിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ 10ഓളം ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരു വ്യക്തി എന്തെങ്കിലും നമ്മളോട് ചോദിച്ചാൽ, തിരിച്ചും മറിച്ചും ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയണം എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് സെഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന, കൃത്യമായിട്ട് ഈ ബിസിനസ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇന്നലെ ഞാനൊന്ന് കേട്ടു, ഇതേ പ്ലാൻ കഴിഞ്ഞ ആഴ്ച കേട്ടു, 2 ആഴ്ച മുമ്പ് കേട്ടു, അത് തന്നെയല്ലേ ഇന്നും. ഇത് ഞാൻ വൈഫിനോട് പറഞ്ഞ ആളാണ്. പക്ഷേ പ്ലാൻ എന്ന് പറയൂ എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാനോ പ്ലാനോ അല്ലേ, നമുക്കത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പറയാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ മാറ്റങ്ങൾ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മളോട് ഫസ്റ്റ് പറയുന്നു ലിസ്റ്റ് മേക്കിംഗ് തയ്യാറാക്കൂ, ഒരു ലിസ്റ്റ് തയ്യാറാക്കൂ. ഞാൻ എവിടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കി. എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റും ഇല്ലാണ്ടാണ് ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് ബിസിനസ് നടന്നിട്ടില്ല. ഈ ലിസ്റ്റുകൾ തയ്യാറാക്കിയ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഷോർട്ട് ലിസ്റ്റ് കൊണ്ടുവന്നപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ ഒരു പ്രൊഫഷനായിട്ട് ഇത് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു സാധാരണ ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് എന്ന് പറഞ്ഞു അല്ലേ, ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ്. ഞാനിപ്പം ഒരു വർക്ക്ഷോപ്പിൽ നിന്നുകൊണ്ട് ഒരു ബിസിനസ് റെഫർ ചെയ്യാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്നിൽ വന്ന മാറ്റങ്ങൾ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നുകൊണ്ട് ഒരു ബിസിനസ് എൻ്റെ അയൽവക്കക്കാരോട് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറോട് ഞാൻ പ്ലാൻ പറയാൻ പോവുകയാണ് അല്ലേ. ഇതിലിപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് അല്ലേ, ഇപ്പോൾ കൗസല്യ എന്ന് പറയുന്ന ഒരു മേഡത്തെ കാണുന്നുണ്ട്. കൗസല്യ മേഡം ഒരു സാധാരണ വീട്ടമ്മയാണ്. ആ വീട്ടമ്മ ഈ ബിസിനസ് ഏറ്റെടുത്തു. നേരെ പോയിട്ട് ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ട്, നീ നല്ല ബിസിനസ്സാണ്, നീ ചെയ്തോളൂ അല്ലേ, നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി, നല്ല അവസരമാണ്, നീയും കൂടെ നിൽക്കണം, നമുക്കൊന്നിച്ച് വിജയിക്കാം എന്നുള്ള രീതിയിൽ ബിസിനസ് റെഫർ ചെയ്താൽ, നീ ആദ്യം നന്നായിട്ട് വാ എന്നായിരിക്കും അവരുടെ ഫാമിലി മെമ്പറോ അല്ലെ അയൽവക്കക്കാരോ പറയാം. അതേ കൗസല്യ മേഡം ഒരു വ്യക്തിയെ വളരെ വ്യക്തമായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്, നിങ്ങൾ വീട്ടിലുണ്ടോ, നമുക്കൊന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഇവർ അറിയുന്ന വ്യക്തികളാണ്, വർഷങ്ങളോളം അറിയുന്ന ആളാണ്. അപ്പോൾ കൗസല്യ എന്ന് പറയുന്നൊരു മേഡം സാധാരണ വീട്ടമ്മയാണ്. ഓക്കെ, അപ്പോൾ അവർ ഈ ബിസിനസ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മാറ്റങ്ങൾ എവിടെയാണെന്നറിയോ? നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് നമ്മൾ ഫിജി കാർട്ടിന് വേണ്ടി എന്ത് ചെയ്യണ്ട, പുതിയത് വാങ്ങണ്ട. ഉള്ള ഡ്രസ്സ് വളരെ വൃത്തിയിൽ അണിഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയാണോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നല്ല വൃത്തിയിൽ പോലെ അതേ വൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ വ്യക്തി ഒരു മാറ്റം കാണും അല്ലേ, ഒരു മാറ്റം കാണും. പോകുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടെങ്കിലോ അത് അവർ കാണുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റം ബാഗുമായിട്ട് അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ തമാശ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാം
ആ സംസാരമുള്ളപ്പോൾ അത് ഓക്കെ, സ്വാഭാവികം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അയൽവക്കക്കാരായിരിക്കാം, ഫാമിലി മെമ്പർ ആയിരിക്കാം, കാണുന്ന സമയത്ത് ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ ഈ ബാഗ് കാണുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും. ഇതെന്താ പരിപാടിയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ബാഗ് അവിടെ വെക്കുന്നു, തമാശ ഒരു 10 മിനിറ്റ് അവരോട് സംസാരിക്കുന്നു, 10 മിനിറ്റ് തമാശ രീതിയിലൊക്കെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീടാണ് മാറ്റം സംഭവിക്കേണ്ടത്. ഇത്ര നേരവും തമാശ രീതിയിൽ സംസാരിച്ചത് എത്രയോ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നമ്മളൊരു പ്രൊഫഷനായിട്ട് മാറുക. എന്താണ് പ്രൊഫഷനായിട്ട് മാറുക? ഒന്നുമില്ല, വളരെ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ വന്നത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഫിജിക്കാർട്ട് എന്ന് പറയണ്ട, ഒരു ഇ-കൊമേഴ്സ് ഡയറക്ടറിൻ്റെ ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്ക് വരുമാനം നേടാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിനക്കും അത് ചെയ്യാൻ പറ്റും, നീ ഒന്ന് കേട്ടു നോക്കൂ എന്നുള്ള രീതിയിൽ വളരെ തമാശയൊക്കെ മാറ്റി നിർത്തി കൗസല്യ മാഡം ഇങ്ങനെ പറയുന്ന സമയത്ത് ആ വ്യക്തി ഇങ്ങനെ നോക്കുകയാണ്, ഇവർക്ക് എന്താ ഒരു മാറ്റം അല്ലേ? എന്താണ് ഇവർക്കൊരു മാറ്റം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവരെ വളരെ കൃത്യമായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ മുമ്പിലെ ആ ബാഗിൻ്റെ സിബ് തുറന്നിട്ട് അതിൽ നിന്ന് വെറും 10 രൂപയുടെ ഒരു ഫയലിൽ ആ ഫയൽ എടുത്ത് നിങ്ങൾ മുമ്പിലോട്ട് വെക്കുകയാണെങ്കിൽ അതൊരു മാറ്റമല്ലേ? ആ ഫയലിനുള്ളിൽ ഒരു പ്ലാൻ ബുക്ക് നിങ്ങൾ എടുത്ത് മുമ്പിലോട്ട് വെക്കുമ്പോൾ അതൊരു മാറ്റമല്ലേ? അവർ കാണുന്നത് ഇതൊരു മാറ്റമല്ലേ അല്ലേ? അപ്പം നമ്മുടെ മുമ്പിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ തയ്യാറാകുക, വളരെ കൃത്യതയോട് കൂടിയിട്ട് ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ആ പ്ലാൻ ബുക്ക് എടുത്തു വെക്കുമ്പോൾ തന്നെ കൗസല്യ എന്ന് പറയുന്ന ഒരാളെ എത്രയോ നാളുകളോട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നോക്കുന്ന സമയത്ത് ഒരു പ്ലാൻ ബുക്ക്, അതൊരു ഫയല് അല്ലേ, അതിൽ ഡയറി, പെന്ന്, ടാഗ്, അതുപോലെ തന്നെ ഫോം ബുക്ക്, ഇത്രയും സാധനങ്ങൾ അവിടെ പ്ലാൻ ബുക്ക് എടുത്തിട്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്, ഞാൻ നിന്നോട് റെഫർ ചെയ്യാം. പലർക്കും പറ്റുന്നൊരു കാര്യം എന്താ അറിയോ, നമ്മൾ ഏതൊരു വ്യക്തിനോട് ഇന്ന് ബിസിനസ് സംസാരിക്കുന്ന സമയത്തും അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ കൗസല്യ മാഡം പറയാൻ പോകുമ്പോൾ എന്താ ചിന്തിക്കുക, വരുന്നുണ്ട് എന്തോ എന്നെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, എന്തോ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ വന്നിട്ടുള്ളത്, ചേർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഫിജിക്കാർട്ടിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളാണെങ്കിലോ, ഫിജിക്കാർട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിൽ എന്തൊക്കെയോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം, എന്ത് പറഞ്ഞാൽ ഇപ്പോൾ ഒഴിവാക്കുക, ഈ ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടാവും. ഇനി ചേർന്ന് വരുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കൂ, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നീ ഒന്ന് കേട്ടു നോക്കല്ലേ. ഞാനിത് ചെയ്യുന്നതോർത്ത് നീ ചെയ്യണമെന്നില്ല കേട്ടോ, നീ കേട്ടു നോക്ക്, നിനക്ക് നല്ലതല്ലെങ്കിൽ നീ വിട്ടേക്കാം. ഈ ഒരു സാധനം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ ഈ മനസ്സിലുള്ളൊരു സമ്മർദ്ദമില്ല, അതങ്ങ് ഒഴിവാകും അല്ലേ? ഇപ്പം എന്നോട് വന്ന് ഇപ്പോൾ കൗസല്യ മാഡം എനിക്കാണ് പ്ലാൻ തരുന്നത്, ജിജിനെ നീ വർക്ക്ഷോപ്പ് നടത്തല്ലേ, അതെ എടാ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നീ ഇതൊന്ന് കേട്ടു നോക്ക്, നിനക്ക് നല്ലതാണേ ചെയ്തോ. അപ്പോൾ ഈ ഒരു പക്ഷേ ഞാൻ ഫിജിക്കാർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഫിജിക്കാർട്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടാവും, ഫിജിക്കാർട്ടാണോ ഇത് പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്ത് ഈ ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്തു പോവുകയാണ്, അപ്പോൾ നമ്മുടെ എന്താ പറയുക, റീറ്റെയിൽ പ്രോഫിറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ പറയും, ഇതിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 100 പോയിന്റ് എടുത്താൽ മതി, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി എന്ന് തന്നെ. പിന്നെ ബാക്കി അങ്ങോട്ട് പ്ലാൻ കേൾക്കുന്ന തന്നെ ദൈവമേ ഇനി അതിന് എത്ര രൂപയാകും എന്നുള്ള രീതിയിലായിരിക്കും പ്ലാൻ കേൾക്കുക. അപ്പോൾ ഒരു പ്ലാൻ കൊടുക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറയണം അല്ലേ, നമ്മൾ ഈ ഒരു പ്ലാൻ കേട്ടു നോക്കും, നമ്മൾ ചെയ്യുന്നതെന്ന് ഓർത്തോ, ഞാൻ ചെയ്യുന്നതെന്ന് ഓർത്തോ നീ ചെയ്യണമെന്നില്ല, ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്, പക്ഷേ ഇതൊന്ന് കേട്ടു നോക്ക്, നിനക്ക് നല്ലതാണേ ചെയ്തോ, ഇല്ലെങ്കിൽ നീ വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഈ മൈൻഡിലുള്ള സാധനം അവരെടുത്ത് കളയും. അപ്പോൾ അതൊരു മാറ്റമാണ്. അവിടെ വളരെ കൃത്യമായിട്ട് പ്ലാൻ അല്ലെ ഒന്ന് കൃത്യമായിട്ടൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, ഈ പ്ലാൻ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാൻ കൊടുത്തു, ആ പ്ലാൻ കൊടുത്തതിന് ശേഷം ഇതാണ് ഫിജിക്കാർട്ടിന്റെ സ്റ്റോർ എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഇതെല്ലാം പരിചയപ്പെടുത്താൻ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ, ഞാൻ പറഞ്ഞു പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങളാണ് അവർ കാണുന്നത്. അല്ലാതെ നമ്മൾ ഈ പ്ലാനിൻ്റെ ആഴത്തിലേക്കാട്ടി കൃത്യമായി അവരെ പഠിപ്പിച്ചെടുത്തിട്ട് ഈ ബിസിനസ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ പ്ലാൻ വളരെ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുത്തു, അതിനുശേഷം സ്റ്റോർ പരിചയപ്പെടുത്തുന്നു. ഈ സ്റ്റോർ പരിചയപ്പെടുത്താൻ അറിയാത്തവരുണ്ട് കേട്ടോ, നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ സ്റ്റോറാണിത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഈ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 100 സൈസുകളെ നമ്മൾ പർച്ചേസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഈ അവസരം കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ എത്ര പേര് പറയേണ്ടതുണ്ട് എനിക്കറിയില്ല, കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയാൽ അങ്ങനെയല്ല, ഈ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒറ്റ തവണ ഒരു 1 ഡേ പർച്ചേസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഈ പ്രസൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് കഴിയുന്ന സമയത്ത് ഈ വ്യക്തിക്ക് തോന്നുന്ന ഒരു കാര്യം അല്ലേ, ഇപ്പോൾ കൗസല്യമായിട്ട് ഒരാളോട് പ്ലാൻ പറയുകയാണെങ്കിൽ ആ വീട്ടമ്മ പോയിട്ട് പറയുന്ന സമയത്ത് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ മാറ്റി, ഇവൾ കുറേ പഠിച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള രീതിയിൽ ഈ ബിസിനസ്സിനെ റെഫർ ചെയ്യുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ച അല്ലേ. ഇപ്പം എന്നോടാണ് പ്ലാൻ പറഞ്ഞെങ്കിൽ അല്ലേ, ഇപ്പോൾ കൗസല്യ മാഡം എന്നോടാണ് വന്ന് പ്ലാൻ പറഞ്ഞ, ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്യുന്ന എന്നോട് വന്നിട്ട് ഈ പ്ലാൻ പറയുകയാണെങ്കിൽ കൗസല്യ മാഡത്തിൽ വന്നൊരു മാറ്റം ഞാൻ കാണുകയാണ്, ഇത് കൗസല്യ മാഡം തന്നെയാണ്, ഇവർ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ട് അല്ലേ, ഇവർ ഇതിനകത്ത് രക്ഷപ്പെടും, കൗസല്യ ചിന്തയിൽ ഇതിനകത്ത് രക്ഷപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തോന്നൽ നിൽക്കുന്ന സമയത്ത്, ഈ തോന്നൽ ഇങ്ങനെ മനസ്സിൽ എൻ്റെ കയ്യിലുള്ള സമയത്ത് കൗസല്യ മാഡം എന്നോട് പറയാണ്, ചിജിനെ ഒന്നും നോക്കണ്ട, കൂടെ നിന്നോ, നമുക്കിതിൽ വിജയിക്കാം, ഒന്നും വേണ്ട,
ഒറ്റ തവണ ജീവിതത്തിൽ കുറച്ച് പ്രൊഡക്റ്റ് എടുത്താൽ ഈ ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഒരു പാർട്ണർഷിപ്പ് എനിക്ക് കിട്ടാണ്, നീ ഒന്ന് കയറി നിന്നോ, നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, നമ്മളുണ്ട് കൂടെ, നമുക്കിത് വിജയിക്കാം എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ എന്തായിരിക്കും? കയറി നിന്നാലോ, ചിലപ്പോൾ വിജയിക്കാൻ പറ്റിയാലോ, അല്ലേ? ഈ ഒരു വിശ്വാസം നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇപ്പം നമ്മൾ പറയും നമ്മുടെ കണ്ണിലൂടെ, അല്ലേ? ഒരിക്കലും ഇല്ല. കൗസല്യ മേഡത്തിലെ കണ്ണിലൂടെ ഞാൻ കണ്ടു ഈ മേഡം വിജയിക്കാൻ പോവുകയാണ്, കൗസല്യ എന്ന് പറയുന്ന ചേച്ചി ഇതിനകത്ത് വിജയിക്കാൻ പോകുന്നതാണ്. ആ തോന്നൽ എൻ്റെ ഉള്ളിലേക്ക് വന്നാൽ എന്നോട് പറയാണ് കയറി നിൽക്കടാ നമുക്ക് വിജയിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നും ഇതിലൊരു സെയിൽ വെക്കാം, ചെമ്മണ ഗ്രൂപ്പാണ്, വൺ ടൈം പർച്ചേസിലുള്ളൂ, ചെയ്ത് നോക്കിയാലോ എന്നൊരു തോന്നൽ നമ്മൾക്ക് വരും. ഇനി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വ്യക്തി തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, അല്ലേ? എന്താണ്? ഞാൻ കുറച്ച് കഴിയട്ടെ, ഇപ്പം വേണ്ട. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ കുറച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെയും നമുക്ക് ഇവരെ ഇതിലേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ടൂളും കൂടെ നമ്മുടെ കയ്യിലുണ്ട്, ലിസ്റ്റ്. ഈ ലിസ്റ്റും ഡയറിയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനും ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. എന്നോട് ലീഡേഴ്സ് എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു, ലിസ്റ്റ്. ഞാൻ എഴുതിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ് നടന്നിട്ടില്ല. കൃത്യമായിട്ടുള്ള കമ്പനി പറയുന്ന കൃത്യമായിട്ട് എങ്ങനെയാണോ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞത് അതുപോലെ ലിസ്റ്റ് എഴുതി, ഷോർട്ട് ലിസ്റ്റ് എഴുതിയ സമയത്ത് ബിസിനസ് വളരെ കൃത്യമായിട്ട് റെഫർ ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ സെയിൽ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉള്ള സമയത്ത് അത് നമുക്ക് ഇവിടെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? തീർച്ചയായിട്ടും നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത വ്യക്തിക്ക് തോന്നുകയാണ് നമ്മൾ എന്തായാലും വിജയിക്കും, നിനക്ക് സംസാരിക്കാൻ പഠിച്ചു, കുറേ കാര്യ മാറ്റങ്ങൾ നിനക്ക് വന്നിട്ടുണ്ടല്ലേ, നീ എന്തായാലും വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച വ്യക്തിയായാൽ കൂടി നമ്മളോട് പറയുകയാണ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറി എടുത്തിട്ട് ആ 200 പേരെ ലിസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതുണ്ടോ എടി, പെട്ടെന്ന് വരുന്നതിനൊരു പ്രാധാന്യം ഉണ്ടല്ലേ, പെട്ടെന്ന് വരുന്നതിനൊരു പറയാം, ഒരുപാട് കോൺടാക്റ്റ് ഉള്ള പല പ്രമുഖമായ വ്യക്തികൾക്ക് ഞാൻ പ്ലാൻ കൊടുക്കാനായിരിക്കുകയാണ്, ഇതുണ്ടോ നിന്റെ ലിസ്റ്റ് കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ ലിസ്റ്റ് വിഷ്വൽ സഹിതം കണ്ടാൽ അവർക്ക് ഒന്നും കൂടി അവർക്ക് വിശ്വസിക്കാൻ പറ്റും, ഈ വ്യക്തി എന്തായാലും വിജയിക്കും, കാരണം ഇത്രയും ലിസ്റ്റ് വെച്ചിട്ടല്ലേ ഇവർ വർക്ക് ചെയ്യുന്നത് എന്നൊരു തോന്നൽ വരും. നമ്മൾ പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ പലരുടെ പേരിലുണ്ട്, ഡയറി ഇല്ല, അല്ലേ, ലിസ്റ്റും ഇല്ല, ഷോർട്ട് ലിസ്റ്റ് ഇല്ല. എനിക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയും, കാരണം ഞാനിത് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത വ്യക്തിയല്ല, സ്റ്റാർട്ടിങ്ങിൽ ഇതൊന്നും ഇല്ലാണ്ട് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സെയിലും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ കഴിയുന്നത്. ഇനി ഈ ലിസ്റ്റ് ഉണ്ട്, ഇപ്പം ഞാൻ ചിലപ്പോൾ ചില ടീമിൻ്റെ കൂടെ പ്ലാനിന് പോകുമ്പോൾ ചില ലീഡേഴ്സിൻ്റെ ഡയറി ഇല്ല, അല്ല പാർട്ട്നേഴ്സിൻ്റെ ഡയറി ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണ് ഇവർ വിജയിക്കാൻ പോകുമ്പോൾ 10, 300, 400 നമ്പർ എഴുതി വെച്ചിട്ടോ ഇവിടെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുവന്നത്, തീർച്ചയായിട്ടും ഇവരെന്തായാലും ഇതിനകത്ത് വിജയിക്കും കേട്ടോ, അപ്പോൾ നിങ്ങളൊരു ഐഡിയ അടിച്ചിട്ടോ ആ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഇല്ല. വിഷ്വൽ സഹിതം കാണുന്നതും നമ്മൾ കഥ പറയുന്ന പോലെ പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ക്രീനിലിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിങ്ങളുടെ സ്പേസ് ഒന്ന് നിങ്ങൾ ഓർമ്മ വരിക, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് അവിടെ വലിയൊരു പാലം വരാൻ പോകും. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ചിലപ്പോൾ റോഡായിരിക്കാം, വയലായിരിക്കാം, അല്ലെങ്കിൽ പാടങ്ങളായിരിക്കും, എന്തോ ആയിക്കോട്ടെ. അവിടെ ഞാൻ പറയാണ് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വലിയൊരു പാലം വരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനിങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു വ്യക്തി പറയണം അവിടെ വലിയൊരു പാലം വരാൻ പോകട്ടോ, വിശ്വസിക്കുമോ? പക്ഷേ ആ വീടിൻ്റെ മുമ്പിൽ കുറച്ച് കമ്പി, സിമെൻറ്റ്, മെറ്റിൽ, അല്ലേ, ഈ പാലം പണിയാനുള്ള ടൂള് എല്ലാം കൊണ്ടിട്ടിട്ട് അതിൻ്റെ വാഹനങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ട് പറയാണ് അവിടെ മെറ്റിലും കമ്പി എല്ലാം ഇറക്കിയിട്ടില്ലേ, അവിടെ ഒരു പാലം വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലയോ? 100% നമ്മൾ വിശ്വസിക്കും. അപ്പോൾ നമ്മളൊരു പ്ലാൻ കൊടുത്ത വ്യക്തിന് എന്തിനാണ് ഡയറി, എന്തിനാണ് ലിസ്റ്റ്, ഇതിനിങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ലിസ്റ്റ് കൊടുത്ത് തീർച്ചയായിട്ടും ഈ ഡയറിയിലുള്ള ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ കാണിച്ചു കൊടുത്ത സമയത്ത് ഇത് ഇത്രയും കോൺടാക്റ്റുകൾ ഉണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ നിന്നോട് ആദ്യമായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളും ഇതും ഒക്കെ അല്ലേ നിങ്ങൾ ഇതൊന്ന് കാണുക, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് നിന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്, അല്ലെ? പെട്ടെന്ന് വന്നാലുള്ള ഗുണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ഇതെല്ലാം നമ്മൾ ഈ രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് 100% അവർക്ക് തോന്നുകയാണ് ഈ വ്യക്തി എന്തായാലും ഇതിനകത്ത് വിജയിക്കും, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ കൗസല്യ മേഡം ഒരു സാധാരണ വീട്ടമ്മയാണ്, അവരാദ്യം കണ്ട സമയത്ത് എനിക്കറിയുന്ന ആളാണല്ലോ എന്നൊരു മൈൻഡ് ഉണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് കഴിയും, മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് തോന്നുകയാണ് ഈ വ്യക്തി എന്തായാലും വിജയിക്കും. അപ്പോൾ ആ വിജയിക്കുമെന്ന് തോന്നുന്ന വ്യക്തിയോട്, അല്ലെ, നമ്മൾ പറയുകയാണ് നീ കയറി നിൽക്ക്, നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഐഡിയ അടിക്കും. അല്ലാതെ വിജയിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടും അതും ഇതും ഒന്നും ആയിരിക്കില്ല ഈ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു വരിക എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പറഞ്ഞു തരാം എന്തൊരു ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും വലിയൊരു ഈസി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ പറയുക എന്നുള്ളതാണ്, അല്ലേ? ഇപ്പോൾ മണി ചെയിൻ ആണോ എന്ന് ചോദിക്കുന്ന വ്യക്തിയോട് ചില വ്യക്തികൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
PCMC ആക്ട് പ്രകാരം അല്ലെ, നമുക്ക് PCMC ആക്ട് പ്രകാരം അല്ലെ 43-ൽ മണി ചെയിൻ ബാൻ ചെയ്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പം ചിലർ പറയുമല്ലോ ഇത് മണി ചെയിനാണ്, ഇങ്ങനത്തെ കുറേ കമ്പനികൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസിലൂടെ പറയാ, ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് അല്ലേ. ഞാനിത് മണി ചെയിനാന്ന് വെച്ചിട്ട് 6 മാസമാണ് മോളെ എൻ്റെ നഷ്ടപ്പെടുത്തിയത്. 6 മാസമാണ് എൻ്റെ നഷ്ടപ്പെടുത്തിയത്. 6 മാസമാണ് ഇത് മണി ചെയിനാന്ന് ഓർത്തിട്ട് ഞാൻ നഷ്ടപ്പെടുത്തിയത് ഈ ബിസിനസ്സിൽ. അതിനുശേഷമാണ് ഈ